നമസ്കാരം. മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പണമിടപാടുകളിലും നികുതി നിയമങ്ങളിലും വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാൻ കാർഡ് നിയമങ്ങൾ മുതൽ ആദായ നികുതി ഇളവുകൾ വരെ വലിയൊരു അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഇത് നിങ്ങളെയും ബാങ്ക് ഇടപാടുകളെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വലിയ മാറ്റം പാൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനം വാങ്ങണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാക്കുകയാണ്. നിലവിൽ ഇത് ഇരുചക്ര വാഹനങ്ങൾക്കൊഴികെ ഏതു വാഹനത്തിനും പാൻ വേണമെന്നതായിരുന്നു രീതി. എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വാഹനങ്ങൾക്ക് പാൻ കാർഡ് നൽകേണ്ടി വരില്ല. ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ബൈക്കുകളോ വില കുറഞ്ഞ കാറുകളോ വാങ്ങുന്നവർക്ക് ഇത് ഗുണകരമാകും. അതുപോലെ തന്നെ വസ്തു ഇടപാടുകളുടെ കാര്യത്തിലും മാറ്റമുണ്ട്. 10 ലക്ഷം രൂപ വരെയായിരുന്നു പാൻ നൽകേണ്ടിയിരുന്ന പരിധി. ഇത് 20 ലക്ഷം രൂപയായി ഉയർത്താനാണ് ആലോചന. അതായത് 20 ലക്ഷം രൂപ വരെയുള്ള വസ്തു ഇടപാടുകൾക്ക് ഇനി പാൻ നിർബന്ധമാകില്ല. ഹോട്ടലുകളിലെ ബില്ല്, വിദേശയാത്രകൾ എന്നിവയ്ക്കും പാൻ നൽകേണ്ട പരിധി 1 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നുണ്ട്. നിലവിൽ ഇത് 50,000 രൂപയായിരുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദായ നികുതി ഇളവുകളെ കുറിച്ചാണ്. ശമ്പളക്കാരായ ആളുകൾക്ക് വലിയ വാർത്തയാണ് വരുന്നത്. ബാംഗ്ലൂർ, പൂനെ, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നീ നഗരങ്ങളെ കൂടി മെട്രോ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ HRA അഥവാ വീട്ടുവാടക ആനുകൂല്യം കണക്കാക്കുമ്പോൾ ഇനി ഈ നഗരങ്ങളിലും 50% ഇളവ് ലഭിക്കും. നിലവിൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ നഗരങ്ങളിൽ മാത്രമായിരുന്നു ഈ 50% ഇളവുണ്ടായിരുന്നത്. മറ്റുള്ള നഗരങ്ങളിൽ 40% മാത്രമായിരുന്നു ഇളവ്. ഇത് ഈ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വലിയ നികുതി ലാഭം ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ സമ്പാദ്യശീലങ്ങളെ ബാധിക്കുന്ന മറ്റൊരു മാറ്റം ബാങ്ക് ഡിപ്പോസിറ്റുകളിലാണ്. ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളിലും പണം നിക്ഷേപിക്കുമ്പോൾ ഇനി പ്രതിവർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ മാത്രം പാൻ വിവരങ്ങൾ നൽകിയാൽ മതിയാകും. നിലവിൽ ഓരോ തവണ 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുമ്പോഴും പാൻ നൽകണമായിരുന്നു. ഈ നൂലാമാലകൾ ഒഴിവാക്കി ഒരു സാമ്പത്തിക വർഷം ആകെ എത്ര നിക്ഷേപിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇത് ബാങ്കിൽ സ്ഥിരമായി പണം ഇടുന്നവർക്കും മുതിർന്ന പൗരന്മാർക്കും വലിയ സൗകര്യമാകും. ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു നല്ല വാർത്തയുണ്ട്. MSME അഥവാ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള ഈടില്ലാ വായ്പയുടെ പരിധി ഉയർത്തുകയാണ്. 10 ലക്ഷം രൂപയായിരുന്ന പരിധി 20 ലക്ഷം രൂപയായി ഉയർത്താൻ RBI തീരുമാനിച്ചു കഴിഞ്ഞു. 5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് ഇനി യാതൊരു സെക്യൂരിറ്റിയും നൽകേണ്ടി വരില്ല. ബാങ്കുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകി കഴിഞ്ഞു. സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. ആദായ നികുതി വകുപ്പ് അവരുടെ ഫോമുകളുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള 500-ലധികം വരുന്ന ഫോമുകൾ ലഘൂകരിച്ച് 300ഓളം ഫോമുകളിലേക്ക് മാറ്റുകയാണ്. സാധാരണക്കാർക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇൻകം ടാക്സ് വെബ്സൈറ്റ് വഴിയുള്ള ഇടപാടുകൾ കൂടുതൽ സുതാര്യമാകും. ചുരുക്കത്തിൽ സാധാരണക്കാരുടെ നികുതി ഭാരം കുറയ്ക്കാനും ഇടപാടുകൾ ലഘൂകരിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ മാറ്റങ്ങളെല്ലാം നടപ്പിലാകുന്നതോടെ കൂടുതൽ ആളുകൾ നികുതി ഘടനയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും നിക്ഷേപങ്ങൾ എപ്പോഴും ടാക്സ് പ്ലാൻ ചെയ്യുമ്പോഴും കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഓഹരി വിപണിയിലെ മാറ്റങ്ങളും ഇതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പല മേഖലകളിലും മികച്ച മുന്നേറ്റം പ്രകടമാണ്. SBI, ടൈറ്റൻ തുടങ്ങിയ ഓഹരികൾ മികച്ച നേട്ടമുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൃത്യമായി വിലയിരുത്തി മാത്രം മുന്നോട്ട് പോവുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക. പുതിയ സാമ്പത്തിക വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.